UDF-ന്റെ കോട്ടയാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ കാലങ്ങളിലൊന്നും കോട്ടകളൊന്നും നിലനിൽക്കാറില്ല. കോട്ടക്കൊത്തളങ്ങളൊക്കെ തകർന്ന് വീഴാറുണ്ട്. PV അൻവർ നേടുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും? മുസ്ലിം മതമൗലികവാദങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അയാളുടെ മകനായ ആര്യാടൻ ഷൗക്കത്തും ആ നിലപാടിൽ നിന്ന് അണുവിട ചലിക്കാത്തൊരു മനുഷ്യനാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ BJP ആണ് കറക്റ്റ് ഗെയിം കളിക്കുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്താവും നിലമ്പൂരിലെ കാര്യങ്ങൾ എങ്ങനെയാ പോവുക? നിലമ്പൂർ ഇപ്പം വിനേഷിനറിയാം, ആർക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു UDF മണ്ഡലം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നിലമ്പൂരിന്റെ പൊതുചിത്രം. അതിന്റെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ. അതെ അതെ അതെ. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആര്യാടൻ്റെ ഒരു കുത്തക നിലനിന്നിരുന്ന സ്ഥലമാണ്. ആര്യാടൻ അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലം. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാറ്റം വന്നു. അതിൽ പക്ഷേ 65-ലും 67-ലും LDF സ്ഥാനാർത്ഥിയെ കുഞ്ഞാലി ജയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു MLA വെടിയേറ്റ് മരിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു MLA. പിന്നെ 80-ലെ മുന്നണി മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് C ഹരിദാസും ആര്യാടനും വിജയിച്ചൊരു സാഹചര്യവും പിന്നീട് 82-ലെ TK ഹംസയുടെ ഒരു വിജയവുമാണ് ഇതിനൊരു ആര്യാടൻ കുത്തക അല്ലെങ്കിൽ UDF കുത്തകയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്ന സമയത്ത് 2008-ലേക്ക് വരണം തോന്നുന്നു അല്ലേ? 2008-ലാണ് മണ്ഡല പുനർനിർണയം നടന്നത് നിലമ്പൂര്. അന്ന് അതിൽ 3 UDF-ന് അത്രത്തോളം സ്വാധീനമുള്ള 3 പഞ്ചായത്തുകൾ, അതിൽ 2 വണ്ടൂരിലേക്കും 1 ഏറനാട്ടിലേക്കും പോയി. അതിനുശേഷം 2011-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ വേർത്തു. എനിക്ക് തോന്നുന്നത് അത് പ്രൊഫസർ തോമസ് മാത്യു ആണ് തോന്നുന്നു LDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി. നമുക്കെതിരെ 5000 ചില്ലറ വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയതാണ്. ഏകദേശം അതൊരു സൂചനയായിരുന്നു. അതൊരു സൂചനയായിരുന്നു. 2011-ൽ സൂചനയായിരുന്നു. 2016 എത്തുമ്പോഴത്തേക്ക് ചിത്രം മാറി. 1500 ചില്ലറ വോട്ടിനാണ് ആദ്യം 2016-ൽ, അതും ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് ജയിക്കുന്നത്. ആര്യാടന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ. അത് നമുക്കറിയാം. ആ വോട്ടിന്റെ കണക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം 50%-ലധികം വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് അവിടെ. അതെ. പിന്നീട് വീണ്ടും PV അൻവർ തന്നെ വിജയിച്ചു കയറുന്നു. പക്ഷേ ഭൂരിപക്ഷം കുറയുന്നു. 2700-ആയി മാറും. VV പ്രകാശ് ജനകീയനായിരുന്നു, ഒരു സംശയവുമില്ല. VV പ്രകാശിന്റെ ഇടപെടലുകൾ അങ്ങനെ തന്നെയായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു ഭരണവിരുദ്ധ വികാരവും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. സ്വാഭാവികമാണല്ലോ, ആര് ഭരിച്ചു കഴിഞ്ഞാലും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്തായാലും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവും. അത് ബൈ ഇലക്ഷൻ ആണെങ്കിലും അല്ലാത്ത ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 2 പഞ്ചായത്തുകൾ ഒരു നഗരസഭ LDF-നൊപ്പം, 5 പഞ്ചായത്തുകൾ UDF-നൊപ്പം. ഇതാണ് നിലവിലെ ചിത്രം. കണക്കിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഏതായാലും നമുക്ക് എന്തായിരിക്കും സ്ഥാനാർത്ഥികൾ അണിനിരന്ന സാഹചര്യത്തിൽ ബാക്കി സ്ഥാനാർത്ഥികളുടെ ചിത്രം എന്ന് നോക്കാം. PV അൻവർ ഒരു ഫാക്ടറാണോ നിലമ്പൂരിൽ എന്നുള്ളതാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. എന്താ തോന്നുന്നത് രാകേഷ്? തീർച്ചയായും PV അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തും. അതായത് അൻവർ എന്നുള്ള ചർച്ച സജീവമാക്കി എടുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിലൊന്നും UDF-ന്റെയോ LDF-ന്റെയോ ഭാഗമാകാതെ കേരളം പോലും സ്പേസിൽ അയാൾക്ക് നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അൻവർ കഴിഞ്ഞ 2016-ൽ വലിയ അട്ടിമറി വിജയം, 11,000 ചില്ലാനും വോട്ടിനാണെന്ന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചത്. നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്ത് ഒരു പാരമ്പര്യ രാഷ്ട്രീയക്കാരനാണ്. മാത്രമല്ല അവിടെ ഒരു സ്പേസ് കൃത്യമായി തന്നെ ഈ ക്രൈസ്തവ ബെൽറ്റുകളിലൊക്കെ ഒരു വലിയ സ്വാധീനം ആര്യാടനും മകനും. PV അൻവർ രാജിവെച്ച ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. കാര്യം PV അൻവർ നേടുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും? ഇത് ആരുടെ വിജയത്തെയായിരിക്കും സ്വാധീനിക്കുക? അല്ലെങ്കിൽ PV അൻവറിന് അത്രമാത്രം സ്വാധീനമുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? PV അൻവർ ഒറ്റയ്ക്കാണ്, നേരത്തെ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു, പിന്നീട് മത്സരരംഗത്തേക്ക് വന്നു, ആരും PV അൻവറിനൊപ്പമില്ല. അപ്പോൾ ആരെയായിരിക്കും ഇത് ബാധിക്കുക എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായും. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, അൻവർ വാങ്ങിയിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ UDF-ന്റെ ആയിരുന്നു. അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും ലീഡ് അൻവറിന് കിട്ടി. 2016-ലും 2021-ലും എത്തിയപ്പോഴത്തേക്ക് അതിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു, ഭൂരിപക്ഷത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ CPM-ൽ ഒരു പ്രബല വിഭാഗം അൻവറിന്റെ ശത്രുപക്ഷത്ത് നിർത്തിക്കഴിഞ്ഞു. ഇതിനകം തന്നെ CPM-ന്റെ വോട്ടുകൾ അൻവറിന് കിട്ടുമോ? CPM-ന്റെ വോട്ടുകൾ കാര്യമായി ഒന്നും അൻവറിന് കിട്ടാൻ സാധ്യതയില്ല. കാരണം CPM ഒരു കേഡർ പാർട്ടിയാണ്, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. സ്വരാജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കൂടെ വന്നതോടുകൂടി അത് കോൺക്രീറ്റ് ആയി. മുസ്ലിം ലീഗും ഒരു കേഡർ പാർട്ടി. അപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ കാലങ്ങളിൽ ആര്യാടൻ മുസ്ലിം ലീഗിനെതിരെ നിരവധി, അതായത് ഈ മുസ്ലിം മതമൗലികവാദങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ്.
അയാളുടെ മകനായ ആര്യാടൻ ഷൗക്കത്തും ആ നിലപാടിൽ നിന്ന് അണുവിട ചലിക്കാത്തൊരു മനുഷ്യനാണ്. സ്വാഭാവികമായി ഈ മുസ്ലിം സംഘടനകൾക്ക് ഇപ്പോൾ SDP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ശക്തമായി ഇവർക്ക് എതിരെ നിൽക്കുകയാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ആർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന്. SDP ഒരു ഭാഗത്തുണ്ട്, അവർക്കൊപ്പം എന്തായാലും പോകാൻ സാധ്യതയല്ല. മറ്റൊന്ന് ആര്യാടനാണ്. ആര്യാടൻ ജമാഅത്ത് ഇസ്ലാമിയെ വലിയ കടന്നാക്രമിക്കുന്ന ഒരാളാണ്. മറ്റൊന്ന് LDF ആണ്. കാരണം അവർക്ക് LDFന് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണ കൊടുത്തെങ്കിലും ഇപ്പൊ LDF അവരുടെ ശത്രുപക്ഷത്താണ്. അപ്പോഴാണ് അൻവറിന്റെ കടന്നു വരുന്നത്. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഉള്ള വോട്ടുകൾ ഒരു പരിധി വരെ ഇവർക്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനുസരിച്ച് UDF വോട്ടിലല്ലേ ഒരു വലിയ വിള്ളൽ ഉണ്ടാവുക. സത്യത്തിൽ PV അൻവറിനെ ഇപ്പോൾ മുന്നണിയിൽ എടുക്കുന്നില്ല. സുധാകരൻ ഇപ്പോഴും അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. VD സതീശൻ എതിർത്ത് സംസാരിക്കുന്നു. മുസ്ലിം ലീഗിനകത്ത് ആശയക്കുഴപ്പങ്ങളുണ്ട് അൻവറിനെ കൂട്ടാത്തത് സംബന്ധിച്ച്. സത്യത്തിൽ UDFന്റെ വോട്ടുകളിലല്ലേ അൻവറിന് എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഒരു ക്രൈസിസ് UDFന് ഓവർകം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ രാഷ്ട്രീയം പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അൻവറിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ സ്വയം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ വോട്ടിലെ വിള്ളലുകൾ നമുക്ക് ആ രീതിയിലൊരു വോട്ടിൽ വലിയ വിള്ളലൊന്നും PV അൻവറിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അൻവറിന് ഒരു 10,000 വോട്ടിന്റെ താഴെ അത്ര കിട്ടുമെന്ന് പോലും നമുക്ക് അറിയില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അൻവർ നേരത്തെ ഉന്നയിച്ചിരുന്ന സ്വർണ്ണക്കടത്തില്ല, ഈ പറഞ്ഞ പോലെ മാമി തിരോധാനം, നിരവധി വിഷയങ്ങളുണ്ടല്ലോ. P ശശിക്കെതിരെയുള്ള ആരോപണം, മുഹമ്മദ് റിയാസിനെതിരെയുള്ള ആരോപണം, മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘം, ഈ ആരോപണങ്ങളൊക്കെ അപ്രസക്തമായി. ഇപ്പോൾ അൻവറിന് നിലയില്ലാക്കയത്തിൽ നിൽക്കുന്ന അവസ്ഥ, ഒപ്പം തന്നെ അൻവറിന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ഈ അൻവറിനെ സംബന്ധിച്ച് നിർണായകമാണ്. അൻവർ ഒരു ഫാക്ടർ ആകുമോ എന്നുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നിർണായകമാണ്. എന്തായാലും നമുക്കിനി UDFന്റെ കാര്യം നോക്കാം. UDFന്റെ കോട്ടയാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ കാലങ്ങളിലൊന്നും കോട്ടകളൊന്നും നിലനിൽക്കാറില്ല. കോട്ടക്കൊത്തളങ്ങളൊക്കെ തകർന്നു വീഴാറുണ്ട്. സമീപകാലത്തെ ഇലക്ഷന്റെ കഥയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോ UDFന്റെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നേരത്തെ പ്രചാരണം തുടങ്ങി. ആര്യാടൻ ഷൗക്കത്തിന് ആദ്യം തന്നെ പ്രചാരണം രംഗത്ത് UDFന് ഒരു നേരിയ മുൻതൂക്കം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം UDFന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. കാരണം UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടെ തമ്പടിക്കുന്നു, അവർക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഇപ്പോൾ PV അൻവർ അവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായും അവിടുത്തെ എല്ലാ തരത്തിലുള്ള നാട്ടുകാരനാണ്. പ്രാദേശിക പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമാണ്. സാംസ്കാരിക പരിപാടി, സിനിമക്കാരനാണ്. അപ്പോൾ സിനിമയായിട്ട് ബന്ധമുണ്ട്. അവിടെ ഫിലിം ഫെസ്റ്റിവൽ വരുന്നു, അവിടുത്തെ മറ്റുള്ള സാംസ്കാരിക പരിപാടികൾ കൊണ്ടുവരുന്നു, നിലമ്പൂർ ഫെസ്റ്റ് പോലുള്ള പരിപാടികൾ. ഇതിനെല്ലാം തന്നെ ഒരു MLA-ക്കാൾ കൂടുതൽ, അല്ല അവിടെ MLA ആയിരുന്ന PV അൻവറിനേക്കാൾ മുൻപന്തിയിൽ ആര്യാടനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ആര്യാടൻ മുഹമ്മദ് ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും എല്ലാം സുപരിചിതരാണ്, അവരുടെ അയൽക്കാരാണ്. അപ്പോൾ അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായ കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതേ, ഈ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ UDF ഒരു പരാജയപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ക്യാമ്പയിൻ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വിഷയമാണ് പ്രധാനമായിട്ട് ശരിക്കും നിലമ്പൂരിൽ ഉയർത്തേണ്ടത് UDF എന്നുള്ള രൂപത്തിൽ. പക്ഷെ അതിന് പകരം ഈ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയലാണ് ഒരു പ്രധാന പരിപാടി എന്നുള്ള രൂപത്തിലേക്ക് PV അൻവറിൽ കിടന്നിട്ട് LDF ആണ് സത്യത്തിൽ ആശയക്കുഴപ്പത്തിലാവേണ്ടത്. അത് UDFനെ ആശയക്കുഴപ്പത്തിലാക്കിയോ എന്നുള്ളതാണ്. ഒന്നാമത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അത് UDFന്റെ ഒരു ചെറിയ തലവേദന ഉണ്ടാക്കി. അതാ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പം സുധാകരനും VD സതീശനും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇത് UDFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ VD സതീശനെ സംബന്ധിച്ച് ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. കാരണം ഇത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാരവും ഉത്തരവാദിത്വവും VD സതീശനെ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചുള്ളത്. പിന്നെ ഇനി വരുന്നത് 10 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിനകത്ത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ഭരണ തുടർച്ച എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യും. അല്ല, ഇതൊരു സെമി ഫൈനൽ തന്നെയാണ്, അതിൽ സംശയമില്ല. അവിടെ UDFന് ഒരുപാട് പാളിച്ചകളുണ്ട്. രാകേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു അൻവറിൽ കിടന്ന് ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു കുറ്റിക്ക് ചുറ്റും കൂടുക എന്ന് പറയുന്ന പോലെ UDFന് അതിന് അപ്പുറത്തേക്ക് ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും വലിയ തോതിലുള്ള
ഭരണവിരുദ്ധ വികാരമുണ്ട്. പെൻഷൻ കൊടുത്തിട്ടില്ല, പെൻഷന്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പ്രാദേശിക വികസനം, വികസന പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണം, ഈ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ജീവനക്കാർക്ക് കൃത്യമായി വേതനം ലഭിക്കാത്ത ഒരു പിന്നെ സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെ വലിയ പ്രതിസന്ധി എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതെല്ലാം തന്നെ ഉയർത്തി കാണിക്കുന്നതിന് പകരം അൻവറിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിൽ കിടന്ന് വട്ടം തിരികെയാണ് ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളാണ് UDF-നെ സംബന്ധിച്ച് നിർണായകം. പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. ആ ഒരു ട്രെൻഡ്, അതായത് നേരത്തെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ട പോലെ എന്താണ് ഷാഫി വന്നതോടുകൂടി ഒരു ട്രെൻഡ് അങ്ങ് മാറുന്നത്, ശൈലജ ടീച്ചറുടെ മേൽക്കൈ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ UDF-ന് കാര്യങ്ങൾ ഓക്കെ. അത് രാകേഷ് പറഞ്ഞു. അതിനകത്ത് വേറൊരു കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്ത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ ലീഡ് കിട്ടിയിരുന്നു. അതെ അതെ അതെ, അത് ഒരു പ്രതീക്ഷയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. ആ പ്രിയങ്ക വരുന്നു ഇനി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിലേക്ക്. പ്രിയങ്കയ്ക്ക് കിട്ടിയ പോലെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമോ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ ഒരു സാഹചര്യമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്കിനി LDF-ന്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. LDF-ന്റെ ഒരു ഗുണമായിട്ട് തോന്നുന്നത് വിനേഷ്, രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ്. സ്വരാജ് സ്ഥാനാർത്ഥി ആയതോടുകൂടി CPM വോട്ടുകൾ അല്ലെങ്കിൽ LDF വോട്ടുകൾ ഭിന്നിക്കാത്ത വിധമുള്ള ഒരു ക്രമീകരണം അവർ വരുത്തിയിട്ടുണ്ട്. LDF-ന്റെ സാധ്യതകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധ്യതകൾ എന്ന് പറഞ്ഞാൽ LDF-ന് വലിയൊരു വോട്ട് ബാങ്ക് ഒന്നും എന്തായാലും നിലമ്പൂരിലില്ല. പക്ഷേ ഇപ്പോഴത്തെ CPM-ന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായ LDF-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്യാവശ്യം ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും കൈകാര്യം ചെയ്യാനും അറിയാം. കാരണം മുമ്പ് MLA ആയിട്ടുള്ളതാണ്, പിന്നീട് പരാജയപ്പെടുകയും ചെയ്തു. എങ്കിൽ പോലും സ്വരാജിന്റെ ഒരു കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അറിയാം. CPM-ന്റെ കാരണം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ LDF പൊതുവെ ചെയ്യുന്ന എന്താണ്, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷണം. അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമോ സെക്രട്ടേറിയറ്റ് അംഗമോ ഒന്നും മത്സരിക്കാറില്ല എന്നുള്ളതാണ്. നിലമ്പൂരിലും മത്സരിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം. കാരണം UDF ചോദിക്കുന്നത് സ്വരാജ് നിർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ അവരത് സ്വരാജ് നിർത്തുന്നു. അതിൽ ഇവർ തിരിച്ചടിയായി പോയി. അവിടെ തന്നെ ആ എൻട്രി തന്നെ ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയുവാണെങ്കിൽ വ്യക്തമാണ്. സ്വരാജിന്റെ ഇടപെടലുകൾ അങ്ങനെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്വരാജ് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇല്ല എന്നുള്ളൊരു കാര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആര്യാടൻ ഷൗക്കത്ത് എത്രയോ കാലമായിട്ട് പ്രചരണം അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്വരാജ് ഇപ്പോൾ പെട്ടെന്നൊരു ഘട്ടത്തിൽ വന്നതാണ്. അയാൾ ജനിച്ചു വളർന്ന നാടാണെങ്കിൽ പോലും അയാളുടെ ഒരു തട്ടകമായിട്ട് നമുക്ക് നിലമ്പൂരിനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ തട്ടകമായി മാറിയേക്കാം. ജയിച്ചില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ തന്നെ അതിന്റെ ഒരു മുന്നൊരുക്കങ്ങൾ. പക്ഷെ ഒരു മുന്നൊരുക്കങ്ങൾക്കുള്ള ഒരു ചാൻസ് സ്വരാജിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുക്കിലും മൂലയിലുള്ള ആളുകളെ സ്വരാജിനെ എല്ലാവർക്കും അറിയാം, ആര്യാടനെ എല്ലാവർക്കും അറിയാം, ആര്യാടനും എല്ലാവരെയും അറിയാന്നുള്ളൊരു അവസ്ഥ. സ്വരാജിലേക്ക് എത്തുമ്പോൾ സ്വരാജിനെ അറിയാത്തത് കാരണം സ്വരാജ് അവിടെ ജനിച്ചു വളർന്നു, അവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും അയാൾ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല. അത് ആ ഒരു ഘടകം തന്നെയാണ്. കാരണം ആളുകൾക്ക് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പെൻഷൻ ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വരാജിന് തിരിച്ചടിയാകുമോ? LDF ഇതിനെ ഓവർകം ചെയ്യുമോ? അപ്പോൾ ഒന്നിച്ച് പെൻഷൻ കൊടുക്കുന്നതിനെതിരെ UDF ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത ഒരു ഭാഗത്ത് BJP-യും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷമൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം LDF-ന് തിരിച്ചടിയാവുമോ? തീർച്ചയായും തിരിച്ചടിയാവുമോ എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് കൃത്യമായി ഉന്നയിക്കാൻ ഇപ്പോൾ ആളില്ല. മാധ്യമങ്ങൾ പോലും അൻവർ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു, ഉച്ചയ്ക്ക് നടത്തുന്നു, വൈകുന്നേരം നടത്തുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ കിട്ടാത്തത്, അതിന് മറുപടി അല്ലെങ്കിൽ ഈ LDF സ്ഥാനാർത്ഥിയെയും ഈ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിൽ UDF വളരെ പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ഈ പറഞ്ഞ ക്രൈസിസ് ആണ്. LDF-ന്റെ സാധ്യത എത്രമാത്രമാണ്? ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് വിനേഷ് തോന്നുന്നത്? LDF-ന് ജയിച്ച് കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. LDF വളരെ ചിട്ടയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ചിട്ടയായി തന്നെ കുറച്ചുകൂടെ അവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. CPM പോലുള്ള ഒരു കേഡർ പാർട്ടി അവർക്കുണ്ട്. പിന്നെ ഈ മലയോര മേഖലയിലെ വോട്ടുകൾ, മലയോര മേഖലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ 22%. ഈ ദിവസങ്ങളിൽ UDF-ന് കൃത്യമായി ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഉയർത്താൻ ഉണ്ടായിട്ടില്ലെങ്കിൽ LDF ചിട്ടയായി മുന്നോട്ട് പോയാൽ LDF-ന് സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി BJP ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് കക്ഷികളുണ്ട്, അതുകൂടെ നോക്കാം. ശരി. നിലമ്പൂർ മണ്ഡലത്തിൽ BJP-ക്ക് വലിയ കാര്യമായ സ്വാധീനമൊന്നുമില്ല. എങ്കിൽ പോലും
BJPയുടെ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ 47 വർഷമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പം ഉള്ള ആളാണ് മോഹൻ ജോർജ്. മോഹൻ ജോർജിനെയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അതിന് മുമ്പ് പലരെയും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. കഴിഞ്ഞ തവണ അറിയാലോ BJPക്ക് അങ്ങനെ കാര്യമായ വോട്ടൊന്നുമില്ല. എങ്കിലും BJP എവിടെ എത്തും ഇത്തവണ? കാരണം BJP എല്ലാ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിലമ്പൂർ എവിടെ എത്തും, എങ്ങനെയാണത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? തോന്നുന്നതേ ഈ BJP ആദ്യഘട്ടത്തിൽ കാൻഡിഡേറ്റിനെ നിർത്തുമോ എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ BJP ആണ് കറക്റ്റ് ഗെയിം കളിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം BJPക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് കാര്യമായി അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ എത്രമാത്രം എടുപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് കുറേ കാലമായിട്ട് 22% ക്രൈസ്തവ വോട്ടുകളുണ്ട്. മാർത്തോമ വിഭാഗവും കത്തോലിക്ക വിഭാഗവുമാണ് പ്രബല ശക്തികൾ. അതെ, അവരെ അടുപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് സത്യത്തിൽ UDF വിജയിച്ച് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം എങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത ഒരു തവണ കൂടി LDF ഭരിക്കുകയാണെങ്കിൽ അത് BJPക്ക് വളർച്ചയ്ക്കുള്ള ഒരു അനുകൂല സാഹചര്യം കേരളത്തിൽ അടുത്ത 10 വർഷം മാറി നിൽക്കും. ഒരു 10 വർഷം കൊണ്ട് ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തും എന്ന് BJP വിശ്വസിക്കുന്നത്. ഇനി ഒരു 10 വർഷം കൂടെ കാത്തിരിക്കുക. അതായത് 2025 ആണ് ഇപ്പോൾ. ഇനി ഒരു 10 വർഷം 2035 ഒക്കെ ആവുമ്പോഴത്തേക്കും അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നവർ വിചാരിക്കുന്നുണ്ട്. അവർ ഗെയിം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കളിക്കുന്നത് BJP ആണ്. അത് എത്രമാത്രം ഗ്രൗണ്ടിൽ വർക്കൗട്ട് ആവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. പക്ഷേ അതിൽ ക്രൈസ്തവരെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലമ്പൂരൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ ഞാൻ പറഞ്ഞു 22%. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അൻവർ പറഞ്ഞ സമയത്തും VS ജോയി പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവനാണ്. അതായത് പെന്തക്കോസുകാരെ ഒരു കാരണവശാലും ഈ കത്തോലിക്കക്കാരും മാർത്തോമക്കാരും അംഗീകരിക്കില്ല. കാരണം ഈ അവർക്കിടയിലും സവർണതയും വരേണ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് VS ജോയിനെ നിർത്തിക്കഴിഞ്ഞാലൊന്നും അവർ വോട്ട് ചെയ്തോളണമെന്നില്ല. ആ വോട്ട് BJPക്ക് കിട്ടും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം മാനന്തവാടി ബിഷപ്പ് ആയിക്കോട്ടെ, താമരശ്ശേരി ബിഷപ്പ് ആയിക്കോട്ടെ, കണ്ണൂർ ബിഷപ്പ് പാമ്പ്ലാനി ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതൊരു സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുക മലയോര മേഖലയിലുള്ളവരെങ്കിൽ BJPക്ക് അത് ഗുണം ചെയ്യും. BJPയുടെ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചും വളരെ തിരിച്ചടി UDF ഉണ്ടാക്കുകയും ചെയ്യും. അതെ, അദ്ദേഹത്തെ സംബന്ധിച്ച് നിർണായകമാണ്. അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ഫസ്റ്റ് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതൊക്കെ. ഈ SDPI അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് സ്വതന്ത്രന്മാരൊക്കെയാണ്. ഇതൊക്കെ വലിയ SDPI ഞാൻ പറയാം ഒരു 50%-ലധികം മുസ്ലിം വോട്ടർമാരാണുള്ളത്. പക്ഷെ ആ മുസ്ലിം വോട്ടർമാരിൽ എല്ലാം ലീഗല്ല. എല്ലാം കാരണം ആര്യടം ജയിക്കുമ്പോഴൊക്കെ അവിടെ ആര്യയുടെ ലീഗുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ മുസ്ലിം വോട്ടുകൾ നന്നായിട്ട് ആര്യടന് ലഭിച്ചിരുന്നു. ലിബറലായി ചിന്തിക്കുന്ന ഒരു വിഭാഗം കൂടി നിലമ്പൂരിലുണ്ട്. അവർക്കിടയിലൊന്നും വലിയ സ്വാധീനം SDPIക്കൊന്നും ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിലും SDPI അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് വേറൊന്നും ഉണ്ടാക്കാൻ. പക്ഷെ വേറൊരു കാര്യം പറയാം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുണ്ടല്ലോ, അവർ പരാമർശമൊക്കെ ഇവർക്കായിരിക്കും വോട്ട് ചെയ്യുക. മലപ്പുറം പരാമർശം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ അതൊക്കെ എന്തെങ്കിലും വോട്ട് ഇവർക്ക് നേടിക്കൊടുക്കും. അത് മലപ്പുറം പരാമർശം അത് ഹിന്ദു പത്രത്തിന് നൽകിയൊരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ. അത് കൃത്യമായി അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം UDF ആയിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഉൾപ്പെടെ ആയാലും വലിയ. പക്ഷെ അവർക്ക് അതിനൊന്നും സമയമില്ലാത്തൊരവസ്ഥ. കാരണം അതൊക്കെ കൃത്യമായി തന്നെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അൻവർ അത് പറഞ്ഞല്ലോ, അതായത് ഞാനാണ് ഈ സാധനം ഉന്നയിച്ച് കൊണ്ടുവന്നപ്പോഴും ലീഗ് മിണ്ടാതിരുന്നു. എന്തായാലും നിലമ്പൂർ അംഗം ആരായിരിക്കും ജയിച്ച് കയറുക എന്നത് നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം.